ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ അങ്ങനെ അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ് അല്ലേ? എന്താണ് സംഭവിച്ചത്? നിങ്ങളിൽ പലരും എന്താ പറയുക, ഒരുപാട് സങ്കടത്തോടെയും ഒരുപാട് വിഷമത്തോടെയും ഒരുപാട് ആകാംക്ഷയോടെയും പല പല മിക്സഡ് ഇമോഷൻസിലൂടെയും പലരും ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു, RRB NTPCയുടെ റിസൾട്ട് എന്ന് വരും, ഇല്ലെങ്കിൽ RRB NTPCയുടെ ടയർ 2 എന്ന് നടക്കും എന്നൊക്കെ നിങ്ങൾ പലരും മാറി മാറി ചോദിച്ചിരുന്നതാണ് അല്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? RRBയുടെ എല്ലാ വെബ്സൈറ്റുകളിലൂടെയും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം RRB NTPCയുടെ ടയർ 1 ഡിസംബർ 28 മുതൽ ജൂലൈ 31 വരെ അല്ലെ 2020 തുടങ്ങി 2021 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ടിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ അണ്ടർ പ്രോസസ് ആണെന്നും ആ റിസൾട്ട് ജാനുവരി 15 പബ്ലിഷ് ചെയ്യപ്പെടുമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ RRB നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വെറുതെ റിസൾട്ടിന്റെ ഡേറ്റ് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഒപ്പം നമ്മളോട് അടുത്ത കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT 2 എപ്പോൾ തൊട്ട് നടക്കുന്ന പറഞ്ഞിരിക്കുന്നത്? ഫെബ്രുവരി 14 മുതൽ 18 വരെ ആയിട്ട് 4 ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? നടക്കുന്ന പറഞ്ഞിരിക്കുന്നത്. പലരുടെയും സംശയമായിരുന്നു, RRBയുടെ നോട്ടിഫിക്കേഷനിൽ കണ്ടപ്പോൾ ഓരോരോ ഫേസിനും അല്ലെങ്കിൽ ഓരോരോ പോസ്റ്റിനും ഓരോരോ എക്സാം അല്ലേ ക്വാളിഫിക്കേഷൻ വൈസ് എന്നൊക്കെ പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവരോടെല്ലാം ഞാൻ അന്നേ പറഞ്ഞാണ് അങ്ങനെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു കോമൺ ടയർ 2 ആയിരിക്കും, എന്നിട്ട് അതിനകത്തുനിന്ന് വരുന്ന കട്ട് ഓഫ്സ് ആയിരിക്കും ഡിഫറൻറ്റ് എന്നുള്ളത് അന്നേ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പലർക്കും ആ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ അതിലൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് വീണ്ടും ഒരു ഊട്ടി ഉറപ്പിക്കുന്ന പോലെ തന്നെയാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. RRB പറഞ്ഞിരിക്കുന്നത് വെറും 4 ദിവസമാണ് നടത്തുന്നത്. ഈ 4 ദിവസം കൊണ്ട് ഓരോരോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഓരോരോ പരീക്ഷ നടത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എത്ര തന്നെ നിങ്ങൾ മാർക്ക് കിട്ടിയാലും നിങ്ങൾ ഒരു ടയർ 2 എഴുതിയാൽ മതി. അതിൻ്റെ കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് പോസ്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ RRB അടുത്ത കാര്യവും പറഞ്ഞിട്ടുണ്ട്, ഒഫീഷ്യൽ RRBയുടെ വെബ്സൈറ്റുകൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കായി ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ വളരെ എന്താ പറയുക, ഹാപ്പി ആയിട്ടുള്ള വളരെ 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 സന്തോഷം തരുന്നൊരു വാർത്തയാണുള്ളത്. ജാനുവരി 15 ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് അവർ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്രയും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. ജാനുവരി 15 മുമ്പ് തന്നെ വരാനാണ് സാധ്യത റിസൾട്ട്. അതിനു മുമ്പേ റിസൾട്ട് വരുന്നുണ്ട്. ഫെബ്രുവരി 14 മുതൽ 18 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ടയർ 2 നടക്കുന്നുണ്ട്. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടത്? നിങ്ങൾ ടയർ 2 വേണ്ടി കട്ടയ്ക്ക് പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ടയർ 2 കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കാൻ പോകുന്നുണ്ടാവുക? ഗ്രൂപ്പ് ഡി നടക്കാൻ പോകുന്നുണ്ടാവുക. കാരണം 4 ദിവസത്തെ പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അപ്പം എന്ത് ചെയ്യാം? മാർച്ചിലോ ഏപ്രിലൊക്കെ ആയിട്ട് നമുക്ക് എന്തും എക്സ്പെക്ട് ചെയ്യാം. ഗ്രൂപ്പ് ഡിയും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അധികം ഇനി ഡിലേ വരുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ NTPC ടയർ 2 പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. NTPC ടയർ 2 ഗ്രൂപ്പ് ഡിക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കംപ്ലീറ്റ് സിലബസ് ആണ്. NTPC ടയർ 2ന്റെയും ഗ്രൂപ്പ് ഡിയുടെയും കംപ്ലീറ്റ് സിലബസ് ആണ്. ഇത്രയും സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി പഠിക്കേണ്ടി വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്ട്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അതിനേക്കാൾ നല്ല ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും, നിങ്ങൾക്ക് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടും എടുത്തു വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ എന്ത് ചെയ്യാവുന്നതാണ്? കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. കണ്ടുപോകുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവരോട് ചോദിച്ചോളൂ. അക്കാഡമീസിലെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്ന് ധൈര്യമായി ചോദിച്ചോളൂ. ആ ഉറപ്പ് ഞാൻ തരികയാണ്. അതിൽ മോശമായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്ലാസ് എടുക്കേണ്ട. പക്ഷെ നല്ല അഭിപ്രായം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ക്ലാസ് കൊണ്ട് ഇഷ്ടം കൂടി ആവുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു വാഗ്ദാനവും ഞാൻ തരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ എടുത്ത് പഠിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാം. അപ്പോൾ എക്സാം ഡേറ്റ് എന്ന് വരും എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി കളയാൻ സമയമില്ല. ഇനി കളയാൻ ഒട്ടും സമയമില്ല. എന്ത് ചെയ്യാം? മാക്സിമം എഫേർട്ട് ഇട്ട് ഫുൾ പവറിൽ പഠിക്കേണ്ട ടൈമാണ്. ഫുൾ പവർ കൊടുത്ത് തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു ജോലിയിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പറ്റാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇത്തരം കാര്യങ്ങളുടെ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്ഡേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടെലിഗ്രാമിലൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫുൾ പവർ അടിച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. ഇത് വേറെ ഇനി ഒന്നും ബാക്കിയുള്ള ഒരു കാര്യത്തിലോട്ട് ഇനി ശ്രദ്ധ പോകരുത്. ഇനി എന്ത് ചെയ്യുക? ഇനി ഇത്രയും കാലം നമ്മളൊന്ന് ഉഴപ്പിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കട്ടയ്ക്ക് പഠിക്കേണ്ടുന്ന നാളുകളാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.